ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അഞ്ജലി. കുറെ നാളായി ഷോർട്സ് വീഡിയോ മാത്രമേ ഞാൻ ഇടാറുണ്ടായിരുന്നുള്ളൂ. ഇതൊരു ലോങ് വീഡിയോ ആണ്. ഇതാണ് എന്റെ ഫാമിലി. എന്റെ മോൻ അതിന്റെ ഇടയ്ക്ക് കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും നമ്മളിന്ന് പോകുന്നത് ഫ്ലോറ ഫാന്റസി, അതായത് വളാഞ്ചേരിയിലുള്ള ഫ്ലോറ ഫാന്റസി അമ്യൂസ്മെന്റ് പാർക്കാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചിരുന്നതായിരിക്കും. ഇതെന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയാണ്. ഹസ്ബൻഡ് അമ്മ, അനീത്തി, മക്കള്, എന്റെ മോൻ ഒക്കെയാണ് ഉള്ളത്. അച്ഛൻ വന്നിട്ടില്ല. അച്ഛൻ പിന്നെ ഒരിക്കൽ വരുന്നതായിരിക്കും. അപ്പോ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ ഞാൻ വഴിയിലൂടെ കാണിച്ചു തരാം. ബൈ. തിരൂരിൽ നിന്ന് 1 മണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ വളാഞ്ചേരിക്ക്. ആക്ച്വലി ഇത് വളാഞ്ചേരി അല്ല, വളാഞ്ചേരിയിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളിലേക്ക് പോവാനുണ്ട്. റോഡ് അത്ര സാറ്റിസ്ഫൈഡ് അല്ല, എങ്കിൽ പോലും പോവാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് അതൊന്നും ഞങ്ങൾ അറിഞ്ഞതേയില്ല. 11 മണിയോട് കൂടിയാണ് അവിടെ എത്തിച്ചേരേണ്ടത് എന്നാണ് അവർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 10:45 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ എത്തിയപാട് എൻ്റെ മോന് തലയിലിടാൻ ക്യാപ്പ് വേണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ തല നനയാതിരിക്കാൻ വേണ്ടി. അവിടെ നിന്ന് അത് വാങ്ങിച്ച് 11 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തി ടിക്കറ്റ് ഒക്കെ കളക്ട് ചെയ്തു. ഞങ്ങളിത് ഇറങ്ങാൻ പോവാണ്. അവിടെ എത്തിയപാട് തന്നെ ഇന്നത്തെ ചൂടിന്റെ അവസ്ഥ അറിയാലോ, നല്ല ഉഷ്ണമായിരുന്നു, നല്ല വെയിലും ഉണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങളെ ബാധിച്ചില്ല എന്ന് വേണേൽ പറയാം. കാരണം എന്താന്ന് വെച്ചാൽ അതിൽ കയറി റൈഡിൽ കയറാനുള്ള എക്സൈറ്റ്മെന്റിലാണ് മക്കളെല്ലാവരും പുറപ്പെട്ടത്. അങ്ങനെ പുറത്തുനിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് ലോക്കറിന്റെ കീ വാങ്ങിച്ച് ഡ്രസ്സൊക്കെ അതിൻ്റെ അകത്ത് വെച്ച്, അതായത് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് പോകാനുള്ള പൂളിൽ ഇറങ്ങാനുള്ള ഡ്രസ്സ് ലോക്കറിൽ വെച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഞങ്ങൾ സ്ട്രൈക്കിംഗ് കാറിൽ കയറി. ഫസ്റ്റ് റൈഡ് ഇതായിരുന്നു, സ്ട്രൈക്കിംഗ് കാർ. ഞാൻ ആദ്യം കയറിയിട്ട് എനിക്ക് അങ്ങനെ അധികം ഓടിക്കാൻ പറ്റിയില്ല, കാരണം സ്റ്റക്കായി നിന്ന് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കയറിയുന്നത് ഒരു കേവിലേക്കാണ്. ഉള്ളിലേക്ക് കയറിയിട്ട് എനിക്ക് ക്ലാസ്ട്രോഫോബിയ ഉള്ളത് കൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറിയില്ല. എൻ്റെ മോൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള എക്സൈറ്റ്മെന്റ്, അതായത് ആ ഒരു പേടി അവൻ പറയുമായിരുന്നു. പിന്നെ ഉള്ളത് ഡ്രാഗൺ ഷിഫ്റ്റ് ആയിരുന്നു. ഈ ഡ്രാഗൺ ഷിഫ്റ്റിൽ ഞങ്ങൾ കയറി. ഇതിൽ ഞാനും കയറിയിട്ടുണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞപാട് ചെറുതായിട്ടൊന്ന് തല ഇറങ്ങുന്ന പോലെ ഫീൽ ചെയ്തു. വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയും തോന്നി. കാരണം ഇത് ഇങ്ങനെ കറങ്ങല്ല, അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയായിരുന്നു കറങ്ങിക്കൊണ്ടിരുന്നത്. ഇത് എല്ലാവരും തന്നെ ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു, മക്കളും എല്ലാവരും. അതായത് ചെറിയ കുട്ടികളില്ല കേട്ടോ, അവർക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവരെ ചില റൈഡുകളിലൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു കയറുന്നതിൽ. ജൈന്റ് വീലിൽ കയറുക കേട്ടോ. പ്രത്യേകിച്ച് വലിയ പ്രശ്നം ജൈന്റ് വീലിൽ ഇല്ല എന്ന് വിചാരിക്കുന്നു. മുകളിൽ വന്നിട്ടുള്ള വ്യൂ ഏറ്റവും മുകളിൽ. അയ്യാ, താഴത്തേക്ക് നോക്കാം. ജൈന്റ് വീലിൽ പോകുന്നതാണ് കേട്ടോ. താഴത്തേക്ക് നോക്കുന്നില്ല ഞാൻ, പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല. കാരണം ഞാന് പോവാറുണ്ട് ബീച്ചിലെ, കോഴിക്കോട് ബീച്ചിലൊക്കെ പോകുമ്പോ പോവാറുണ്ട്. നല്ല വ്യൂ ആണ് ബാക്കോട്ടേക്ക്. പക്ഷെ ഞാൻ താഴത്തേക്ക് നോക്കുന്നില്ല. എന്താപ്പം നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. കുറെ റൈഡിൽ ഇപ്പൊ കേറി. ചില സ്ഥലത്തൊന്നും നമ്മൾ കേറുമ്പോ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും കുറെയൊക്കെ കേറി. അവരപ്പത്തെ ഇതില്ല. ഞാനും അനുവേട്ടനും അബിയും കൂടിയാണ് ഇപ്പൊ ഒന്നിനുള്ളത്. അബി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോ കഴിഞ്ഞു. ഇനിയിപ്പോ നേരത്തെ ആ കറങ്ങുന്നതില് ചെയ്തപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ഒമിറ്റ് ചെയ്തു. അത് ഇടയ്ക്കില്ല. പക്ഷെ എന്നാലും ഞാൻ എല്ലാത്തിലും കയറും. ഭയങ്കര വിൽ പവറാണ്. അപ്പൊ അടുത്ത കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ട്രെയിനിൽ പോവുക എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ചെറിയ പിള്ളേഴ്സ്, അതായത് അവർക്ക് കുറേ റൈഡിൽ കയറാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർ ഈ റൈഡിൽ കയറിയപ്പോൾ തന്നെ ഒരുപാട് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അവരും അമ്മയും, 2 ചെറിയ പിള്ളേഴ്സും അമ്മയും ആണ് അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപാട് ഞങ്ങൾ പോയത് ഡാൻസിങ് പൂളിലേക്കായിരുന്നു.
ഡാൻസിങ് പൂളിൽ അനുവേട്ടനാണ് കയറിയത്. പക്ഷേ ഈ ഒരു റൈഡ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന റൈഡിലേക്ക് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്യാവശ്യം ജയൻറ്റ് വീലിലും അല്ലാത്തടത്തും കയറിയിട്ട് ഞാൻ തല കറങ്ങി ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇതിൽ കയറാൻ ഞാൻ നോക്കിയില്ല. കാരണം ഞാൻ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യുന്നതായതുകൊണ്ട് അങ്ങനെ പോയില്ല. ഇനി ഡാൻസിങ് പൂളിലാണ്. അനുവേട്ടനൊരു ട്രൈ ചെയ്തു ഡാൻസിങ് പൂളിൽ. എല്ലാവരും പെട്ടെന്ന് താഴത്ത് വീഴുന്നതാണ് കണ്ടത്. അനുവേട്ടൻ കുറച്ച് നേരം പിടിച്ചു നിന്നു കേട്ടോ. പിടിച്ചു നിന്നിട്ട് മൂപ്പരും വീണു. ഇതിലേക്ക് കയറാനും ഞങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും, അനുവേട്ടൻ മാത്രമേ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പൂളിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഡ്രസ്സ് മാറാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കിഡ്സിൻ്റെ പൂളിലുള്ള ഇവരുടെ ഫോട്ടോസ് മാത്രം ഞാൻ എടുത്തത്, വീഡിയോ എടുത്തത്. മറ്റേ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കാരണം മറ്റു പലരും അവിടുന്ന് വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലായിരുന്നു. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. കുറേ പൂൾ റൈഡിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ട്രിപ്പായിരുന്നു. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കും.